ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് കാണുന്നത് ഞങ്ങളുടെ ബാൽക്കണിയിലെ സ്ട്രോബെറീസ് ആണ്. ഈ വർഷം എന്താണെന്നറിയില്ല, സ്ട്രോബെറീസ് അത്ര നല്ല സൈസൊന്നും വന്നിട്ടില്ല. ചെടിക്ക് എന്തൊക്കെയോ കുറവുകളുള്ള പോലെ തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതിലും ബെറ്റർ ആയിരുന്നു. എനിവേ നമുക്ക് നോക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന്. ഈ കാണുന്നത് ടൊമാറ്റോ പ്ലാന്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാകും. ഒരു തവണ ഞങ്ങൾ ടൊമാറ്റോസ് ഒക്കെ പറിച്ചതാണ്. വീണ്ടും അത് കിളുത്തു വരുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പം നമ്മുടെ വീടൊക്കെ കുറച്ച് മെസ്സായി കിടക്കുവാണ്. നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാം. ഇന്നിപ്പോൾ സൈറും ഉണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ട് അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. സത്യത്തിൽ ഗൈസ്, നമ്മൾ എല്ലാ ദിവസവും എത്ര ക്ലീൻ ചെയ്താലും കുട്ടികളുള്ള വീടാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ വീടിനും ഫുള്ള് മെസ്സിയാകും. ടോയ്സ് ഇവിടെയും അവിടെയും, ബുക്ക് ഒരു സൈഡിലും സ്നാക്സ് മറ്റൊരു സൈഡിൽ, അങ്ങനെ ക്ലീനിങ് ഒരു നെവർ എൻഡിങ് പ്രോസസ്സ് തന്നെയാണ്. ഇപ്പം വീടൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് കുക്കിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇന്നത്തെ ഫുഡ് റെഡിയാക്കാം. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൗഫ്ലാൻഡ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച തേങ്ങയാണ്. ഞങ്ങൾ കുറേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തേങ്ങ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൊള്ളത്തില്ലായിരുന്നു. ഫുള്ള് കേടായിരിക്കും, ഇല്ലെങ്കിൽ ഉള്ളു ഫുള്ള് ഡ്രൈ ആയിരിക്കും. അങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾ അവസാനമായിട്ട് കൗഫ്ലാൻഡ് ആണ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് തേങ്ങ വാങ്ങിക്കാനായിട്ട്. കാരണം അവിടുത്തെ തേങ്ങ കുറച്ചും കൂടി ബെറ്റർ ആണ്. ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണ് ഈ ഒരു ശരവ. അജായിക്കയുടെ സിസ്റ്റർ വാങ്ങിച്ചു തന്നതാണിത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ കൊണ്ടുവരാനും ഒക്കെ എളുപ്പമായിരുന്നു. ഈ ഒരു മോഡൽ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പോൾ സൈറുക്കുട്ടിൻ്റെ ടാബിൽ എനിക്കൊരു വീഡിയോ വെച്ച് തന്നിട്ട് അവള് പോയതാണേ. ഉമ്മ ഇത് കാണുന്നും പറഞ്ഞ്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. സാൽമൺ വെച്ചിട്ടൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പയറും സ്പിനാച്ചും വെച്ച് ഒരു കറിയും ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു കഷ്ണം ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം മീൻകറി ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിത് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ അഴുക്കായ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിലേക്ക് വെക്കുവാണ്. സത്യത്തിൽ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഡിഷ് വാഷറാണ്. കുക്കിംഗ് ചെയ്യുമ്പോൾ എത്ര പാത്രമാണ് നമുക്ക് വരുന്നത്. അതെല്ലാം കൈകൊണ്ട് വേണ്ട ആവശ്യമില്ല, ഡിഷ് വാഷറിലേക്ക് എടുത്ത് വെച്ചാൽ മതി. സമയം ലാഭിക്കാനും ജോലി കുറയ്ക്കാനും ഇത് ശരിക്കും സഹായിക്കും. ഞാൻ ഈ ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കുമ്പം കുടംപുളിയാണ് സാധാരണ ചേർക്കാറുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമാങ്ങയും ചേർക്കും. ഉണക്കമാങ്ങ ചേർക്കുമ്പോൾ മീൻകറിക്ക് കുറച്ച് പ്രത്യേക ഫ്ലേവർ കിട്ടും. ഈ ഒരു കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ആ ഒരു മീൻ കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഉലുവ, പിന്നെ ചെറിയ കഷ്ണം ഉള്ളി, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. മീൻകറി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്പിനാച്ചും പിന്നെ ചെറുപയറും വെച്ച് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്പിനാച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ ഒരു സ്പിനാച്ച് യൂസ് ചെയ്ത് ഞാൻ പലതരത്തിലുള്ള ഡിഷസ് ഉണ്ടാക്കും. ഒന്നില്ലെങ്കിൽ ചെറുപയറിൻ്റെ കൂടെ ചേർത്ത് കറി ഉണ്ടാക്കും, ഇല്ലെങ്കിൽ മുട്ട ചേർത്ത് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ചിക്കി എടുക്കും, ഇല്ലെങ്കിൽ തേങ്ങ മാത്രം ചേർത്ത് തോരൻ പോലെ ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കൂലേ, ഇപ്പം ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സ്പിനാച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. അങ്ങനെ പല ടൈപ്പിലുള്ള ഡിഷസ് നമുക്ക് ഈ ഒരു സ്പിനാച്ച് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഗോതമ്പും റാഗിയും ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ദോശയാണ് ഞാനൊന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ഞാൻ അല്പം തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്തു, പിന്നെ കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം സ്പിനാച്ച് ആഡ് ചെയ്ത് കൊടുത്തു. കൂടെ അല്പം സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പിനാച്ചിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. വേവാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സൈഡ് ഡിഷ് തയ്യാറാക്കാൻ ഇത് വളരെയധികം കൺവീനിയൻ്റ് ആണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇടിച്ച മുളകാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി കുറച്ച് സ്വല്പം മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ആ ഒരു ചെറുപയറുണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പിനാച്ച് ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതാണ് ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ എടുത്തേക്കുന്നത്. 2 ദോശ എടുത്തിട്ടുണ്ട്, ഒരു സ്വല്പം ചോറും പിന്നെ ചെറുപയറിൻ്റെ ഒരു കറിയും ഫിഷ് കറിയുമാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ കൗഫ്ലാൻഡിൽ കുറച്ച് സാധനം വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള റോസാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു പൂ കാണാനായിട്ട്. എൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ തന്നെ നല്ല സ്മെല്ലുമാണ്. ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. കണ്ടോ, ഞാൻ ഇവിടെ നിന്നാണ് തേങ്ങ വാങ്ങിക്കുന്നത്. ഈ തേങ്ങകളൊക്കെ നല്ലതാണ്. ഈ ഒരു സൂപ്പർ മാർക്കറ്റിലെ തേങ്ങയാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കാണുന്നത് കൗവിൻ്റെ ലിവറാണ്. ഞങ്ങളിടയ്ക്ക് ഇത് വാങ്ങിക്കാറുണ്ട്. ഞങ്ങളിടയ്ക്ക് വാങ്ങിച്ച് കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് പോട്ടിയാണ്. ഇത് നല്ല ക്ലീൻ ചെയ്താണ് അവർ വെച്ചേക്കുന്നത്. ജസ്റ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി, ഒന്ന് വാഷ് ചെയ്തിട്ട്.
ഈ കാണുന്നതെല്ലാം ചിക്കൻ്റെ സെക്ഷനാണ്. മസാല തേക്കാത്തതും മസാല തേച്ചതുമായിട്ട് കുറേ ടൈപ്സ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം പല ടൈപ്പിലുള്ള ചീസാണ്. ഈ കാണുന്നത് താറാവിറച്ചിയാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ ഇത് വാങ്ങിച്ചിട്ടില്ല. ഇതാരെങ്കിലും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ടായിരുന്നെന്ന്. ഇതെല്ലാം കേക്കിൻ്റെ സെക്ഷനാണ്. ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വ്ലോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.